നമസ്കാരം. നീലൂർ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് ആശ്വാസമായി ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. പെരിങ്ങളം പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ ഒരു കുടുംബത്തിലെ 2 പേരുടെ മരണത്തിന് ഇടയാക്കിയ ഉരുൾപൊട്ടലിനെ തുടർന്ന് വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യസാമഗ്രികൾ വിതരണം ചെയ്തു. മോഡൽ ലയൺസ് ക്ലബ് ഓഫ് പത്തനംതിട്ട എമിറേറ്റ്സ് ആണ് സഹായം എത്തിച്ചത്. പെരിങ്ങളം സെന്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂൾ, എടമല CMS UP സ്കൂൾ, കൈപ്പള്ളി സെന്റ് ആന്റണീസ് ചർച്ച് പാരിഷ് ഹാൾ എന്നീ 3 ക്യാമ്പുകളിലായി കഴിയുന്ന 100ഓളം കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യക്കിറ്റുകൾ നൽകിയത്. പെരിങ്ങളം സെന്റ് അഗസ്റ്റിൻസ് പള്ളി വികാരി ഫാദർ ജോർജ് മടുക്കാവിലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് മിനർവ മോഹൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് ജില്ലാ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി. ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ മഹാദുരന്തത്തിൽ ഈ ക്യാമ്പ് ഈ സ്കൂളിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തി അതിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ എല്ലാവർക്കും ഒരു താങ്ങ് കൊടുക്കുവാനായിട്ട് ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇപ്രകാരം ഒരു കിറ്റ് കൊടുത്ത് അവരെ ഭവനങ്ങളിലേക്ക് യാത്ര അയക്കുവാനായിട്ട് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. തീർച്ചയായും അത് വലിയ ഒരു ഉദാര മനസ്സിൻ്റെ ഒരു മനോഭാവമാണ്. ഈ ക്യാമ്പ് നടന്നപ്പോൾ തന്നെ നമുക്കറിയാം, എല്ലാ മേഖലകളിലുമുള്ളവരുടെ വലിയ സഹകരണം നമ്മളിവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു പരിപാടി സ്പോൺസർ ചെയ്ത മോഡൽ ലയൺസ് ക്ലബ് ഓഫ് പത്തനംതിട്ട എമിറേറ്റ്സിനോടുള്ള ഞങ്ങളുടെ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ ലയൺസിൻ്റെയും പേരിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പാവപ്പെട്ടവർക്ക് ഒരു താങ്ങായി നിൽക്കുവാൻ ഇനിയും ആ ലയൺസ് ക്ലബിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഈ 125ഓളം ക്ലബ്ബുകൾ ഉള്ളത് കൂടാതെ ലയൺസ് ഇൻ്റർനാഷണൽ ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ്. ഞാൻ പൂഞ്ഞാറ്, അതുപോലെ തന്നെ മേലുകാവ്, ഈക്കോയി, നമ്മുടെ ഈ മേഖലകളിൽ മുഴുവൻ പറ്റിയ ദുരന്തത്തെപ്പറ്റി അതിൻ്റെ വീഡിയോകൾ, വാർത്തകൾ ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഗവർണറെ അറിയിച്ചിരുന്നു. അതനുസരിച്ച് ഡിസ്ട്രിക്ട് ഗവർണർ ഇൻ്റർനാഷണലിലോട്ട് ഇതിൻ്റെ റിപ്പോർട്ട് വിട്ടു. ആ റിപ്പോർട്ട് വിട്ടതനുസരിച്ച് 15 ലക്ഷം രൂപ അവിടെ നിന്ന് അനുവദിച്ചു എന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഇനിയും ഞങ്ങളിവിടെ കടന്നു വരും. എന്താണെങ്കിലും നമുക്ക് ഇനി ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായും ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായി ഞങ്ങൾ വിവിധങ്ങളായ ക്ലബ്ബുകൾ വഴി തീർച്ചയായും നിങ്ങളെ സഹായിക്കുവാനായിട്ട് ഞങ്ങൾ കൂടെയുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റോജി തോമസ്, പഞ്ചായത്ത് മെമ്പർമാരായ അനിയമ്മ സണ്ണി, സജി സിബി, ജോളിച്ചൻ ജോസഫ്, സഹവികാരി ഫാദർ സജി അമ്മോട്ടുകുന്നേൽ, സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോസുകുട്ടി ജേക്കബ്, VEO ജോബി വിളക്കുന്നേൽ, ജോഷുമോൻ പള്ളിപ്പറമ്പിൽ, മുൻ പഞ്ചായത്ത് മെമ്പർ വർക്കി PU എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു.